അവരെ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓണം. മഹാബലിയുടെ ഭരണത്തിൽ അസൂയ തോന്നിയ ദേവന്മാർ വാമനനെ സ്വാധീനിച്ച് ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ സ്മരണയാണ് ഓണം. ആ തിരിച്ചുവരവാണ് മഹാബലിയുടെ തിരിച്ചുവരവാണ് ഓണം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവാണ് ഈ ഓണം എന്ന് പറയാം. കാരണം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട FIR-ന് മേൽ കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ ആരാണ് ഇത്ര ധൃതി പിടിച്ച് ഈ FIR ഫയൽ ചെയ്തതെന്നാണ് കോടതി ചോദിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പരന്നു കിട്ടുന്ന വാർത്ത. അതായത് ഇരകളില്ല, ഇരകളുടെ അഡ്രസ്സില്ല, ഇരകളുടെ താമസ സ്ഥലങ്ങളില്ല, അതിനെപ്പറ്റിയൊന്നും വിവരമില്ല, വാദിയും പ്രതിയുമില്ല, മൂന്നാം കക്ഷികളാണ്. ഇത് കേട്ടുനിന്ന ആളുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തിരിക്കുന്നത് എന്ന വസ്തുത കോടതി ചികഞ്ഞു പുറത്തിടുന്നു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉയർച്ചയിൽ അസൂയ തോന്നി ആരൊക്കെയോ കെട്ടിച്ചമച്ച കഥകളായി തന്നെ ഇതിനെ ആളുകൾ വ്യാഖ്യാനിക്കുന്നു, നിയമപീഠം വ്യാഖ്യാനിക്കുന്നു എന്ന രീതിയിലുള്ള വാദഗതികളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ കക്ഷികളുടെ അല്ലെങ്കിൽ ഈ പ്രതികളുടെയൊക്കെ വീട് തിരുവനന്തപുരത്ത് എന്ന് കൊടുത്തിരിക്കുന്നു. അവരുടെ പ്രായം വ്യക്തമല്ല. 18 വയസ്സ് മുതൽ 60 വയസ്സുവരെ പ്രായമായ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വെർബൽ സെക്സിനും അതുപോലെയുള്ള പീഡനങ്ങൾക്കുമൊക്കെ ഇരയായി എന്ന രീതിയിലാണ് FIR കൊടുത്തിരിക്കുന്നത്. കോടതി ഇതിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങളൊന്നും ഇല്ലാതെ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് FIR കൊടുത്തത് എന്ന പേരിൽ ചോദിച്ചിരിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ. പിന്നെ ഈ ഗർഭചിത്രത്തിന് ഇരയായി എന്ന പറയപ്പെടുന്ന സ്ത്രീയെക്കുറിച്ച് അവരെ കണ്ടതായി യാതൊരു വിവരവുമില്ല. ആകെ അവരെക്കുറിച്ച് പറയുന്നത് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയാണ്. അവർ നമ്മുടെ നവ്യ നായർ നന്ദനം സിനിമയിൽ പറയുന്നത് പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ ആ ഗർഭിണി എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി ഗർഭം അലസിപ്പിച്ചതിൻ്റെ ട്രോമയിലാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ സ്ഥിതിഗതികളിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന പത്രപ്രവർത്തകയെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേൽ ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അവരും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ചാനലിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നിച്ച് ഈ ഓണസദ്യ കഴിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് ഇരയായ സ്ത്രീ ഈ ലക്ഷ്മി പത്മ എന്ന പേരിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തുവാൻ നിർബന്ധിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരികയും അത് ഈ മാധ്യമങ്ങളിലും ഈ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ വോയിസും ഈ ലക്ഷ്മി പത്മയുമായിട്ട് സാമ്യമുള്ള വോയിസ് എന്ന പേരിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ലക്ഷ്മി പത്മയെ സംബന്ധിച്ച് ഇത് താനല്ല എന്ന് വ്യക്തമാകണം, താനല്ല ഈ ആള് എന്ന് വ്യക്തമാക്കണം. അതുകൊണ്ടാണ് ലക്ഷ്മി പത്മ ഇപ്പോൾ തനിക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സ്ത്രീ ആ പെൺകുട്ടിയെ അവർ വലിയ ട്രോമയിലൊക്കെയാണ് എന്ന് പറയുന്നത്. കാരണം താനല്ല എന്ന് സമൂഹത്തെ വ്യക്തമാക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ മേലിലാണ് ഈ സൈബർ ഇടങ്ങളൊക്കെ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടിടുന്നത്. അവരാണ് ഈ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സ്ത്രീ എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. താനല്ല എന്ന ആളുകളെ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി പത്മ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തനിക്കറിയാം എന്ന രീതിയിൽ പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശകലനത്തിൽ വരുന്ന ഒരു കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുമ്പോൾ ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കോൺഗ്രസ്സിൽ വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ മൃഗീയമായ പോലീസ് മർദ്ദനത്തിനിരയായി എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സുജിത്ത്, ഈ രണ്ടു കാര്യങ്ങളും സംബന്ധിച്ചും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നു എന്നത് വസ്തുതയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോൾ പലരുടെയും നേതാക്കന്മാരുടെയൊക്കെ മുഖം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലി കൊടുത്തുകൊണ്ട് ഉള്ള ശ്രമങ്ങളുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊക്കെ നീക്കി. പലരുടെയും മുഖം രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നത്. കാരണം അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തങ്ങളുടെ സ്റ്റെപ്പിന് എന്തെങ്കിലും വിഘാതം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചാൽ ഉണ്ടാകുമോ എന്ന പേരിൽ സംശയിച്ചു. അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ നിരാശരാക്കുന്നുണ്ട് എന്ന വസ്തുത സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ അവരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലുള്ള ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയുന്നത് വരെയെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കണമായിരുന്നു എന്ന ഒരു
ആ, ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. ഈ അവസരം ആ, കെ സുധാകരനും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചില ആ, ആറ്റിറ്റ്യൂഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ ഈ പ്രശ്നം സുധാകരനും തിരിച്ചു വരാനുള്ള ഒരു ഉപാധിയാകുന്നു, അല്ലെങ്കിൽ സുധാകരന് തിരിച്ചുവരവും ഇതുകൂടി ഉണ്ടാകുന്നു എന്നാണ്. കാരണം പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ചർച്ച, സുജിത്ത് ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കപ്പെട്ട സംഭവത്തിൽ സുധാകരനായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായ ഇടപെടലുകൾ ഉണ്ടാകുമായിരുന്നു, സുജിത്തിനെ ചേർത്ത് നിർത്തുമായിരുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം കുറ്റവാളിയാണോ അല്ലെങ്കിൽ കുറ്റവിമുക്തനാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ നേതാക്കൾ ഒപ്പം നിന്നു, അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. പക്ഷേ സുധാകരനായിരുന്നു KPCC പ്രസിഡന്റെങ്കിൽ കൂടുതൽ ചേർത്തുപിടിക്കലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നു, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെയും സുജിത്തിനെയും ഒക്കെ ചേർത്തുപിടിച്ചേനെ എന്ന ഒരു വാദം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതായത് ഈ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സുജിത്തിൻ്റെയും ഒക്കെ പ്രശ്നം സുധാകരൻ്റെ തിരിച്ചുവരവിനുള്ള കാരണമാകുന്നു എന്ന രീതിയിൽ തന്നെ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വരികയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇതോടനുബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ അത് മറന്നുപോയതാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ കത്തിച്ചു നിർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഈ രാജൻ ജോസഫാണ്. രാജൻ ജോസഫാണ് ഇത്രയും മൃഗീയമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഉന്നയിക്കുന്നത്. കാരണം അത് എന്തെന്നറിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിവാദങ്ങളിൽ പെട്ട് മറഞ്ഞു പോകും. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നാൽ അടുത്ത ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെടുന്നതിന്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസും ഒക്കെ പരാജയപ്പെടുന്നതിന് കാരണമാകുമെന്നാണ് എൻ്റെ ഒരു വിശകലനത്തിൽ പറയട്ടെ. ഇതിനേക്കാളും വലിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ശശീന്ദ്രൻ്റെ കേസാകട്ടെ, അതുപോലുള്ള ആളുകളുടെ കേസൊക്കെ ആകട്ടെ, അതൊന്നും വലിയ ഇഷ്യൂ ആകാത്ത ഈ വാദികളും കണ്ട ആളുകളും സംഭവങ്ങളും ഗർഭിണിയും ഒന്നുമില്ലാത്ത ഈ കേസ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുക എന്ന് വ്യക്തമാകുന്നില്ല. ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രീയ നിരൂപകൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ രാഷ്ട്രീയ നിരൂപകർക്കിടയിൽ വേശ്യ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രമേൽ വൃത്തികെട്ട പരാമർശങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ രാജൻ ജോസഫ് എന്ന് പറയുന്ന അയാളുടെ ചാനൽ കാണുകയാണെങ്കിൽ മനസ്സിലാകും. കാരണം അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഫുള്ള് മണ്ടത്തരമാണ് പറയുന്നത്. ഇന്നലെയും ഞാനൊരു വീഡിയോ കണ്ടു, പി സുബാലിനെ പറ്റി പറയുന്നുണ്ട്. പി സുബാൽ ഇപ്പോഴും പുനലൂരിൽ MLA ആണ്. പുനലൂരിൽ നേരത്തെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഈ രാജൻ ജോസഫ് പറയുന്നത്. മറ്റൊന്ന്, കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെ പറ്റി പറയുമ്പോൾ കരുനാഗപ്പള്ളിയിൽ BJP ആണ് രണ്ടാമതെന്ന് പറയുന്നു. വെറും മണ്ണത്തരമാണ്. അവിടെ രാമചന്ദ്രൻ ആണ് CPയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് വന്നത്. അങ്ങനെ രാഷ്ട്രീയവുമായി ഒരു അറിവുമില്ലാത്ത ഒരു മണക്കണാപ്പൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഓരോ മണ്ഡലത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കും. അതിനുപോലും മെനക്കെടാതെ രണ്ടടിച്ചിട്ട് വന്നിട്ട് വണക്കണക്കണ പറയുന്ന ഈ രാജൻ ജോസഫിനെ പോലുള്ള ആളുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, ഇത്തരം യൂട്യൂബ് ചാനലുകളിലൂടെ മോശമാക്കുവാൻ ശ്രമിക്കുന്നത്. അയാൾ പറയുന്നത് ഷാഫി പറമ്പലിൻ്റെ കുണ്ടനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. ഇങ്ങേര് കുറേ വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ, പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നു. ആ പത്രത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരം സൗഹൃദങ്ങളിലൊക്കെ ഇയാളെ കുണ്ടംപണിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ ആണുങ്ങൾ തമ്മിൽ സൗഹൃദങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഇയാളുടെ കൂട്ടുകാരൊക്കെ ഇയാളെ കുനിച്ചേർത്തി കുണ്ടംപണിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇയാൾ ഷാഫി പറമ്പലിനെ കുണ്ടൻ എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. പക്ഷേ ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നിരൂപണകൻ എന്ന് തന്നെയാണ് ഈ കണാപ്പനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്തായാലും രാജൻ ജോസഫിനെ പോലുള്ള ആളുകളെ കാണുകയാണെങ്കിൽ രണ്ട് തെറി പറയൂ എന്ന് തന്നെയാണ് എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.